ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി നല്ല ഇഡലിയും നല്ല ചൂട് സാമ്പാറുമായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എനിക്ക് കഴിക്കാനുള്ള ഇഡലിയൊക്കെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല പല്ലിന് വേദനയാണ്. കഴിഞ്ഞ ഫ്രൈഡേ തൊട്ട് ഒരു ഉച്ചയായപ്പം ചെറിയ പല്ലിന് വേദന സ്റ്റാർട്ട് ചെയ്തു. അത് വൈകുന്നേരം ആയപ്പം അസഹനീയമായി, ചെവിക്കും തലയ്ക്കും എല്ലാം വേദനയായി. പിന്നെ ഞങ്ങൾ അന്നേരം ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ നമ്മൾ കൊണ്ട് കാണിച്ചു. അവർ എക്സ്റേ എടുത്ത് നോക്കിയപ്പം വിസ്റ്റം ടൂത്താണ്. അതിന് നല്ല DK ഉണ്ട്, അകത്തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. അങ്ങോട്ട് അവർ ആൻറ്റിബയോട്ടിക് തന്നു, അതെടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വാ പൊളിക്കാനോ കഴിക്കാനോ ഒന്നും വയ്യ, നല്ല വേദനയാണ്. അപ്പം കഴിക്കണ ഒരുപാട് സമയം എടുത്താണ് ഞാൻ കഴിക്കുന്നത്. ഇപ്പോൾ ഇഡലി തന്നെ ഒരുപാട് സമയം എടുത്താണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ഒരു മണിക്കൂറോളം എടുത്താണ് ഞാൻ ഇഡലി കംപ്ലീറ്റ് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് പയ്യെ നമ്മൾ വന്ന് ജോലിക്ക് കയറുവാണ്. ലാപ്പെല്ലാം ഓണാക്കി ഞാൻ പയ്യെ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ വർക്ക് ചെയ്യും, പുറകെ നടക്കും. പൈനാപ്പിൾ ആണോ കഴിക്കുന്നേ? നല്ലയാണോ? സൂപ്പറാണോ? ആരാ തന്നെ പൈനാപ്പിള്? അപ്പച്ചാപ്പൂയാണോ തന്നേ? അതിനോ? അങ്ങനത്തെ എനിക്കും കൊണ്ട് പൈനാപ്പിളൊക്കെ ചിന്തി തന്നിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഒരു പീസ് എന്തോ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ആളെൻ്റെ മടി വന്നിരിക്കും. അമ്മ ജോലി സഹായിക്കാമെന്നും പറഞ്ഞ് കയറിയിരിക്കും, ലാപ്പയിലെല്ലാം പിടിക്കും. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇവിടെ. കുറച്ച് നേരം എൻ്റെ മടി വന്നിരിക്കും, ഇവിടെ ലാപ്പയിലും കീബോർഡിലും എല്ലാം ഒന്ന് പിടിച്ചൊക്കെ നോക്കും. അത് കഴിഞ്ഞ് പയ്യെ എഴുന്നേറ്റ് അപ്പുറത്ത് പോയി കളിക്കും, അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെയും കൂടെ പോയി കളിക്കും. അത് കഴിഞ്ഞ് പിന്നെ അമ്മേനെ നോക്കാൻ പോകുന്നു പറഞ്ഞ് ഇങ്ങോട്ട് വരും. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കളി. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അടുത്ത് നിന്ന് പുള്ളി മാറാറില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ കൊഞ്ചെന്നൊക്കെയുണ്ട്. അത് കഴിഞ്ഞിട്ട് പയ്യെ കളിക്കാൻ പോയിട്ടുണ്ട്. എന്തിനാ അപ്പക്കുട്ടിനെ തള്ളി താഴെ ഇട്ടേ? എന്തിനാ ഇനി ഇരുത്തുന്നേ? നീ തള്ളി താഴെ ഇട്ടല്ലേ, പിന്നെ എന്തിനാ അപ്പക്കുട്ടനെ ഇനി ഇരുത്തുന്നേ? എന്തിന്? വീണിട്ടില്ലേ? നീ അല്ലേ തള്ളി താഴെ ഇട്ടേ? ഇത് ചിൻറ്റുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവൻ തന്നെ ഇട്ട പേരാണ് അപ്പുക്കുട്ടൻ. അവൻ്റെ ഡൈപ്പറൊക്കെ ഇടിപ്പിച്ചാണ് അപ്പുക്കുട്ടനെ ഇരുത്തിയിരിക്കുന്നത്. അവൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ അപ്പുക്കുട്ടനെ കയറ്റി ഇരുത്തണം, എന്നിട്ട് അവിടുന്ന് അവനെ തള്ളി താഴെ ഇടണം. അതൊക്കെ തന്നെയാണ് പുള്ളിയുടെ വിനോദങ്ങൾ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം വർക്കെല്ലാം തീർത്ത് ഇവിടെ വന്നിരുന്നതാണ്. ഞാൻ ആ സെറ്റിയിലൊന്ന് കയറി കിടന്നു. അന്നേരം തന്നെ പുള്ളി എൻ്റെ കൂടെ വന്ന് കിടന്നു. പല്ലിന് വേദനയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കുഞ്ഞിനറിയത്തില്ലല്ലോ പല്ലിന് വേദനയാണെന്നോ അമ്മയ്ക്ക് വയ്യെന്നോ ഒന്നും. എന്നെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി എൻ്റെ അടുത്ത് നിന്ന് മാറാറില്ല. നല്ല താടിക്കിട്ട് നല്ല തട്ടുന്നുണ്ട്. ഒരു വിധത്തിൽ ആ ആൻറ്റിബയോട്ടിക് കഴിച്ച് ഒരു ചെറിയ കുറവ് വരുമ്പോഴത്തേക്കിന് ഇവൻ വന്ന് എൻ്റെ താടിക്കിട്ട് നല്ല അടി തരും, പല്ലിനിട്ട് നല്ല ഇടിയൊക്കെ തരും. അതോടെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ ഇനി നമുക്ക് വ്യാഴാഴ്ച പോയി പല്ലെടുക്കണം. എടുത്താൽ മാത്രമേ അത് മാറത്തുള്ളൂ, പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കിടന്നപ്പോൾ എൻ്റെ കൂടെ വന്ന് കിടപ്പുണ്ട്, എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കളിയും ബഹളവും എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടിട്ട് അമ്മച്ചിയും കൊച്ചുമോനോട് ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ട് കേട്ടോ. കഥ പറഞ്ഞാണ് ഉറങ്ങുന്നത്. അതും ഷാജി പാപ്പൻ്റെ കഥ തന്നെ വേണം, നിർബന്ധം. കഥയും കേട്ട് പറഞ്ഞ് നമ്മൾ ഉറങ്ങിപ്പോകുന്നല്ലാതെ പുള്ളി ഉറങ്ങത്തില്ല. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.